2019 പുൽവാമ ഭീകരാക്രമണം, 2022 ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ നടന്ന ആക്രമണം തുടങ്ങിയവയ്ക്കുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് ഓൺലൈൻ വഴിയെന്ന് ദി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഭീകര സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ പേയ്മെന്റ് സർവീസുകളും ദുരുപയോഗപ്പെടുത്തുന്നതിലുള്ള ആശങ്ക FATF ചൂണ്ടിക്കാട്ടി. ലോകവ്യാപകമായുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് FATF. ഭീകര സംഘടനകൾ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ധനസമാഹരണം, വിതരണം എന്നിവയ്ക്കായി ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക സാങ്കേതിക വിദ്യകളും ചൂഷണം ചെയ്യുകയാണെന്ന് FATFന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. 2019 നടന്ന പുൽവാമ ആക്രമണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളിലെ പ്രധാന അസംസ്കൃത വസ്തുവായ അലുമിനിയം പൗഡർ ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയാണ് എത്തിച്ചതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന നടത്തിയ പുൽവാമ ആക്രമണത്തിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നിയമപ്രകാരം 7 വിദേശ പൗരർ ഉൾപ്പെടെ 19 പേരെ അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങൾ, ഒളിത്താവളങ്ങൾ എന്നിവ കണ്ടെത്തുകയും ചെയ്തിരുന്നു. 2022 ഏപ്രിലിൽ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഭീകര സംഘടനയായ ISൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പ്രതി ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. ISന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാൾ ഏകദേശം 6.7 ലക്ഷം രൂപ കൈമാറ്റം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ ലൊക്കേഷൻ മറച്ചുവെക്കുന്നതിനായി വിവിധ VPN സർവീസുകൾ ഉപയോഗപ്പെടുത്തുകയും 44 അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്തുകയും ചെയ്തു. VPN സേവനദാതാക്കൾക്ക് പണം നൽകുന്നതിനായി ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഇയാൾ ഉപയോഗപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇയാളുടെ ഇടപാടുകളിൽ സംശയം ജനിച്ചതോടെ പേപാൽ ഇയാളുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകൾക്കായുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുണ്ടായ വളർച്ച ഭീകര സംഘടനകൾക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതായും FATF പറയുന്നു. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിലുള്ള രാസവസ്തുക്കളും മറ്റും വാങ്ങുന്നത് ഓൺലൈൻ വഴിയാണെന്ന് FATF പറയുന്നു. ജനപ്രിയ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇത്തരം സംഘടനകൾ ധനസഹായം അഭ്യർത്ഥിക്കുന്നതെന്നും FATF റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നു. വ്യാജ പേരുകളും വ്യാജ അക്കൗണ്ടുകളും ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണം പ്രയാസമേറിയതാക്കുന്നതായും FATF പറയുന്നു. ചില രാജ്യങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഭീകര സംഘടനകൾക്ക് പിന്തുണ നൽകുന്നത് തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും FATF കൂട്ടിച്ചേർത്തു. അതേസമയം ഈ രാജ്യങ്ങളുടെ പേരുകൾ FATF റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, VPN ഉപയോഗം, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയുടെ മേൽനോട്ടം കൂടുതൽ ശക്തമാക്കണമെന്നും FATF അംഗരാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകി.